ഈ വേദിയിൽ നമുക്കെല്ലാവർക്കും ആവേശം പകർന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഗുണ്ടകൾ കൊലപ്പെടുത്തിയ പ്രിയപ്പെട്ട ഹക്കിന്റെയും മിഥിരാജിന്റെയും കുടുംബാംഗങ്ങൾ അണയാത്ത അഗ്നിനാളമായി പോരാട്ട വീര്യം നമ്മളിലേക്ക് പകർന്നുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. 16ാം സംസ്ഥാന സമ്മേളനം തൃശൂര് വെച്ച് ചേരുമ്പോൾ ആ സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയരുന്ന പതാകയുടെ കൊടിമരം ഹക്കിന്റെയും മിഥിരാജിന്റെയും ചോര വീണ് ചുവന്ന വെഞ്ഞാറമൂടിന്റെ വിപ്ലവ മണ്ണിൽ നിന്നും കൊണ്ടുപോവുകയാണ്. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് യുവത്വത്തിന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യുന്ന വേദിയായി 16ാം ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം മാറാൻ പോവുകയാണ്. ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങളെക്കുറിച്ചെല്ലാം സമഗ്രമായി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് മുഹമ്മദ് റിയാസ് സൂചിപ്പിക്കുകയുണ്ടായി. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുപോകുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്, തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് അങ്ങേയറ്റം യുവജന വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ തൊഴിലില്ലാ നിരക്കിലേക്ക് നമ്മുടെ രാജ്യത്തെ ചെറുപ്പത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾ നടത്താതെ രാജ്യത്തെ ചെറുപ്പം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. അൺഎംപ്ലോയ്മെന്റ് പോലെ തന്നെ ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുകയാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. രാജ്യത്ത് നടത്തുന്ന NTA നേതൃത്വത്തിൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വസ്തത ഇല്ലാതായി പോകുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിയിരിക്കുന്നു. രാത്രി ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ പരീക്ഷയ്ക്കകത്ത് നടന്ന അരാജകത്വത്തിന്റെ ഭാഗമായി, കച്ചവടത്തിന്റെ ഭാഗമായി, പരീക്ഷാ ചോദ്യപേപ്പറുകൾ കച്ചവടം ചെയ്തതിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന, ജീവൻ നഷ്ടപ്പെട്ടേണ്ടി വരുന്ന പഠിക്കുന്ന കുട്ടികളുടെ നാടായി നമ്മുടെ ഇന്ത്യ മാറുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെറുപ്പം സമരം ചെയ്യുമ്പോൾ, ജന്തർ മന്തർ പുതിയ സമരത്തിന്റെ വേദിയായി മാറുമ്പോൾ, ഈ നാട്ടിലെ ചെറുപ്പത്തെ പാറ്റകളെന്ന് വിളിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധിക്ഷേപിക്കുമ്പോൾ, പാരസൈറ്റുകളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ, അതെ, ഞങ്ങൾ പ്രതിഷേധിക്കുന്ന പുതിയ സമര യൗവനമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയെ വിറപ്പിക്കാൻ, വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവയ്പ്പിക്കാൻ ശേഷിയുള്ള ചെറുപ്പമാണ് ഞങ്ങളെന്ന് ഇന്ത്യയിലെ യൗവനം, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തെളിയിച്ച കാലത്താണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ചേരുന്നത്. രാജ്യത്തുയർന്നുവരുന്ന പുതിയ മുന്നേറ്റങ്ങളെ സംബന്ധിച്ച്, രാജ്യത്തുയർത്തുവരുന്ന വിദ്യാർത്ഥി യുവജന കൂട്ടായ്മകളെ സംബന്ധിച്ച്, ലോകത്തിന്റെ എല്ലാ കോണിലും നടക്കുന്ന നീതി നിഷേധങ്ങളെ സംബന്ധിച്ച്, യുദ്ധങ്ങൾക്കെതിരെ, വംശഹത്യകൾക്കെതിരെ, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെയെല്ലാമുള്ള ശക്തമായ ശബ്ദമായി ഡിവൈഎഫ്ഐയുടെ യൗവനം തൃശൂരിൽ സമര യൗവനം ഒത്തുചേരുകയാണ്. ഈ കഴിഞ്ഞ സമ്മേളന കാലയളവ് ഡിവൈഎഫ്ഐ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കാലയളവാണ്. എണ്ണിയാലൊടുങ്ങാത്ത പോരാട്ടങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകി. അതോടൊപ്പം ലോകത്തിനു മുമ്പിൽ മാതൃകയാക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള മാനുഷിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതിന്റെ നേതൃത്വമായ സഖാക്കളാണ് ഇന്ന് ഈ വേദിയിലുള്ളത്. എല്ലാ സർക്കാർ ആശുപത്രികളിലും വിശക്കുന്ന മനുഷ്യന് ഒരു ദിവസം മുടങ്ങാതെ ഈ കേരളം വിശ്വസിച്ചേൽപ്പിച്ച പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ മാറി. ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ മാറി. കോവിഡ് കാലത്തും പ്രളയകാലത്തും ഈ നാടിനോടൊപ്പം ചേർന്ന് നിന്ന സംഘടനയായി ഡിവൈഎഫ്ഐ മാറി. 20 കോടി രൂപ പ്രളയകാലത്ത് ഈ നാടിന് ദുരന്തകാലത്ത് സമ്മാനിക്കാൻ ഡിവൈഎഫ്ഐ മുന്നോട്ട് വരുമ്പോൾ അത് നൽകി
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായി ഡിവൈഎഫ്ഐ നിൽക്കുമ്പോൾ പ്രഖ്യാപിച്ചതൊന്നും നടപ്പിലാക്കാതെ 1 കോടി രൂപ പോലും കൊടുക്കാതിരിക്കുന്ന മറ്റ് യുവജന സംഘടനകളാണ് ഈ കേരളത്തിലുള്ളത് എന്നതുകൂടി നാം ഓർത്തെടുക്കേണ്ടതാണ്. ലോകത്താദ്യമായിട്ടല്ലേ ഒരു യുവജന സംഘടന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്? യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ YLF ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും അഭിമാനകരമായി അരുന്ധതി റോയിയെ പോലെയുള്ള എഴുത്തുകാരെ കൊണ്ടുവന്നുകൊണ്ട്, കനിമൊഴിയെ പോലെയുള്ള എഴുത്തുകാരെ കൊണ്ടുവന്നുകൊണ്ട്, ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുവാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഡിവൈഎഫ്ഐ ഈ നാടിന്റെ സ്നേഹമാണ്. ഡിവൈഎഫ്ഐ ഈ നാടിന്റെ കരുതലാണ്. കോവിഡ് വന്ന് മനുഷ്യൻ മരിച്ചു വീണ ഘട്ടത്തിൽ ഭയം കൊണ്ട് ബന്ധുക്കൾ അടുത്തേക്ക് എത്താതിരുന്നപ്പോൾ ആ മരിച്ചു വീണ മനുഷ്യരെ ചേർത്ത് നിർത്തി അവരുടെ ബന്ധുക്കളായി മാറിയ സംഘടനയുടെ പേരാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഡിവൈഎഫ്ഐ. പ്രളയകാലത്ത്, വെള്ളപ്പൊക്ക കാലത്ത്, ദുരിതകാലത്ത് മക്കൾ വീട്ടിലില്ലാത്ത അച്ഛനമ്മമാർ പറയുന്നത്, മോനെ കലണ്ടറിൽ ആ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ ഫോൺ നമ്പർ ഒന്ന് കുറിച്ചിടണേ, ഒരാവശ്യം വന്നാൽ വിളിക്കാൻ ആ കുട്ടി മാത്രമേ കാണൂ, ഡിവൈഎഫ്ഐക്കാരൻ മാത്രമേ കാണൂ. അത് ഈ നാടിന്റെ അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഇന്നലകളിൽ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിച്ച സഹനത്തിന്റെ അനുഭവമാണ്. രക്തസാക്ഷികളുടെ ചങ്കിലെ ചോര കൊണ്ട് ചുവപ്പിച്ചതാണ് ഡിവൈഎഫ്ഐയുടെ ഈ പതാകയിൽ നാം കാണുന്ന ആ ചുവന്ന നക്ഷത്രം. രക്തസാക്ഷികളുടെ അമ്മമാരുടെ കണ്ണിലെ കണ്ണുനീര് കൊണ്ട് വെളുപ്പിച്ചതാണ് ഡിവൈഎഫ്ഐയിലെ ശുഭ്രപതാക, അതിലെ വെളുത്ത നിറം. ആ ചുവന്ന നക്ഷത്രവും ആ വെളുത്ത നിറവും ഈ കേരളത്തിനകത്തുള്ളിടത്തോളം കാലം, ഡിവൈഎഫ്ഐയുടെ ഈ ശുഭ്രപതാക കേരളത്തിനകത്ത് പാറിക്കളിക്കുന്നിടത്തോളം കാലം, സവർക്കറിന്റെ ആശയം കേരളത്തിനകത്ത് നടപ്പിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ VD സതീശൻ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ തീർച്ചയായും ഡിവൈഎഫ്ഐ ഈ നാടിനകത്ത്, ഈ തെരുവിനകത്ത്, ജനങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും ആവേശപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ നാളത്തെ കേരളത്തെ നിർണയിക്കുന്നതായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.